പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചനം ചിന്തിക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലെ അതിശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് യോബ് എന്ന് പറയുന്ന വ്യക്തി. പ്രൈസ് ദി ലോർഡ്. യോബ് എന്ന വാക്കിന്റെ അർത്ഥം പീഡിപ്പിക്കപ്പെട്ടവൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. യോബിനെ കുറിച്ച് മനോഹരമായ രീതിയിൽ ദൈവം തമ്പുരാൻ തന്നെ നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യം നൽകിയിരിക്കുന്നത് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ല എന്നും കർത്താവ് തന്നെ യോബിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ യോബാണ് ഒടുവിൽ പറയുന്നത്, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ യോബെന്ന് പറയുന്ന വ്യക്തിയുടെ പുനരുത്ഥാനത്തിലുള്ള ആമേലൂയ സ്തോത്രം വിശ്വാസമാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിച്ച് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ യോബെന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച വലിയ പീഡനങ്ങളുടെ നടുവിലും യഹോവയായ ദൈവത്തെങ്കിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയാതെ തനിക്കൊരു പുനരുത്ഥാനത്തെ പോലെ തന്നെ ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കി ആ വിശ്വാസം തന്നിൽ അർപ്പിച്ചു. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് യോബിനെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. തൻ്റെ സ്നേഹിതന്മാരൊക്കെ തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന് അവരെല്ലാം തനിക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും തൻ്റെ ഭാര്യ തന്നെ തള്ളി പറയുമ്പോഴും പ്രൈസ് ദി ലോർഡ്, യോബെന്ന് പറയുന്ന വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ വലിയൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം യഹോവയായ ദൈവത്തിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് യോബെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിരാശ അനുഭവിക്കുന്നില്ല. മാനുഷികമായി നോക്കുമ്പോൾ യോബ് വളരെ രോഗിയാണെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവനായി പീഡിപ്പിക്കപ്പെട്ടവനായിട്ടാണ് യോബിന്റെ ജീവിതം പോകുന്നെങ്കിലും യോബിനെ സംബന്ധിച്ച ഹൃദയത്തിൽ വലിയ വിശ്വാസമാണ്. ഈ പുതിയ നിയമസഭയോടും ഇത് തന്നെയാണ് ദൈവത്തിന് ആത്മാവിന് പറയുവാനുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യരാണ്. വിവിധ തലത്തിലുള്ള ജീവിതങ്ങളാണ്, പല ഇടപെടലുകളാണ്, പ്രതിസന്ധികളാണ്. ദൈവമകൾ എന്നുള്ള നിലയിൽ വിവിധ തലങ്ങളിൽ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടേക്കാം, മാനസികമായി തകർന്നു പോയേക്കാം. യോബിനെ പോലെ സകലവും നഷ്ടപ്പെട്ടു പോയ ജീവിത സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഒരു പുനരുത്ഥാനമുണ്ടെന്നുള്ള യോബിന്റെ വിശ്വാസം പോലും നിങ്ങളുടെ ജീവിതത്തിലും ആ വിശ്വാസം വളരുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. ദൈവം നിനക്ക് വേണ്ടി ചില പുതുവഴി തുറക്കും. രക്തം ചെയ്യും. അപ്പം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ യോബിന്റെ ജീവിതം എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവനാമ നിമിത്തം സുവിശേഷം മുഖാന്തരം വീട് നഷ്ടപ്പെട്ട്, സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട്, അവരുടെ പ്രസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട്, ജീവിതത്തിൽ ഒരായുസ് മുഴുവൻ നേടിയെടുത്ത് സകലതും നഷ്ടപ്പെട്ട്, അപ്പനെ നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, ഭർത്താവ് നഷ്ടപ്പെട്ട്, മക്കൾ നഷ്ടപ്പെട്ട്, വിവിധ തലങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളേറെയുണ്ട്. ഇന്ന് പകൽ അവരോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള ദൂത്, യോബ് വിശ്വാസത്താൽ ഉറച്ചു നിന്നതുപോലെ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ യോബിനെ മാനിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവി, സുവിശേഷം മുഖാന്തരം നീ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, നിനക്ക് സകലവും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മടക്കി തരാൻ എൻ്റെ യേശുവിന് കഴിയും കേട്ടോ. രക്തം ചെയ്യാം. യോബിനെ പോലെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യാം.
അപ്പൊ പീഡിപ്പിക്കപ്പെട്ടവന്റെ ജീവിതത്തിൽ വീണ്ടും പീഡനങ്ങളേറെ വർദ്ധിച്ചേക്കാം, പ്രതിസന്ധികൾ രൂക്ഷമായി മാറിയേക്കാം, വെല്ലുവിളികൾ അതിക്രൂരമായി വന്നേക്കാം. ആരുടെ ഒരു സഹായമില്ലാതെ, ആരും ഒരു നല്ല വാക്കു പറയുവാനില്ലാതെ, എല്ലാവരും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട ഒരു പരിഹാസപാത്രമായി നീ കടന്നുപോയേക്കാം. അതിന്റെ നടുവിൽ നിന്നെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കരമുണ്ടെന്ന് നീ തിരിച്ചറിയണം. രക്തം ചെയ്യാൻ ഈ വചനം വായിക്കുമ്പോൾ യോബിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള വിശ്വാസം ഇവിടെ നാം വായിക്കുക. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ യോബിന്റെ അത്യഗാധമായ കഷ്ടതയുടെ വേളയിലും ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള അവന്റെ പ്രത്യാശ അത്ഭുതകരമാണ്. അവൻ കടന്നു പോകുന്ന നീറുന്ന അനുഭവത്തിൽ, തിരിച്ചുള്ള അനുഭവത്തിലും അല്ലെങ്കിൽ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രത്യാശ യോബിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസലോ, ഇത് തന്നെയാണ് ശ്രോതാവേ നിങ്ങൾക്ക് വേണ്ടിയത്. നിങ്ങൾ പരീക്ഷയുടെ അനുഭവത്തിലൂടെ, തീച്ചുകളുടെ പരിശോധനകൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടെടുപ്പിന്റെ പ്രത്യാശ നിറയട്ടെ. വീണ്ടെടുപ്പിന്റെ പ്രത്യാശ നിന്റെ ഉള്ളിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നീ പരാജിതനായി മാറുകയില്ല. പ്രൈസലോ, നിന്നെ ദൈവം ഉയർച്ചയിലേക്ക് തന്നെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. രക്തം ചെയ്യും ജീവിതം നീ തളർത്തിക്കളെ ദൈവനെ പോലെ ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. അപ്പൊ അവന്റെ പരമോന്നതമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ നാം വായിച്ച വേദഭാഗം എന്ന് പറയുന്നത്. യോബിന്റെ ജീവിതത്തിൽ യോബിൽ നമ്മൾ പഠിക്കുമ്പോൾ അവന്റെ പരമോന്നതമായ വിശ്വാസത്തിന്റെ ഭാഗമാണ് നാം വായിച്ച വചനം. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെയുള്ള പരമോന്നതമായ, ഉന്നതമായ, ശ്രേഷ്ഠമായ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യം. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സകലത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. രക്തം ചെയ്യും അതെ, വിശ്വാസം നിന്റെ ഉള്ളിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതത്തിൽ സുഖലോലുപ ജീവിതം അനുഭവിച്ചു പോകുന്നവരേറെ നമ്മുടെ കൺമുമ്പിലുണ്ടെങ്കിലും അവരെല്ലാം പരാജിതരാണെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. എന്നാൽ ജീവിതത്തിൽ ക്രിസ്തു മുഖാന്തരം നീ പീഡിപ്പിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ ജീവിതം പരാജയമല്ല, വിജയമാണ്. ലോകം താൽക്കാലികമായി സുഖങ്ങളാണ് നൽകുന്നത്, ദൈവം നിത്യമായതാണ് തരുന്നത്. അല്ലേലും അത് യോബ് മനസ്സിലാക്കി. യോബിന് മനസ്സിലായി, ഈ ലോകത്തിൽ ആരെങ്കിലും എന്നെ സഹായിപ്പാൻ വന്നാൽ അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ യോബ് പ്രത്യാശ വെച്ച ദൈവത്തിൽ യോബ് ആഗ്രഹിക്കുകയാണ്. തന്റെ പരമോന്നതമായ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് യോബ് പറയാണ്, ദൈവം എന്നെ മാനിച്ചാൽ അത് നിത്യമാണെന്ന്. അത് ദൈവം മാനിച്ചാൽ നിത്യമായതാകട്ടോ. അല്ലേ? അപ്പൊ അതുകൊണ്ട് യോബ് തന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ ഭൂമിയിൽ പ്രത്യക്ഷനാകുമെന്നും യോബ് നേരിട്ട് അവനെ കാണുമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അതാണ് യോബിന്റെ പുസ്തകം 19-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. പ്രൈസോ, എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. തന്റെ വിശ്വാസം വിളിച്ചു പറയുക. നമുക്കും ആ വിശ്വാസം വിളിച്ചു പറയാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാപിതാ, യോബിനെ പോലെ ഈ വിശ്വാസം വിളിച്ചു പറയാൻ നിനക്ക് കഴിയണം. രക്തം ചെയ്യണം. ഇന്ന് പകരം ഈ ദൈവവചനം കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും യോബിനെ പോലെയുള്ള കഷ്ടതയിൽ കടന്നു പോകുന്നുണ്ട്. യോബ് അനുഭവിച്ചുള്ള കഷ്ടതയല്ലെങ്കിലും അതിനോടനുബന്ധമായ ചില കഷ്ടതയിലൂടെ, ശോധനയുടെ കടന്നു പോകുന്നവരാ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന വ്യക്തിയായിരിക്കാം. മാനസികമായി നിങ്ങൾ വളരെ പീഡിപ്പിക്കപ്പെട്ടവളോ ആയിരിക്കാം. അതിന്റെ നടുവിലും നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ ത്വക്ക് നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണുമെന്ന്. എന്നിട്ട് യോ പറയും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്ന് പറയാം, അന്യന്റെ കണ്ണുകൊണ്ടല്ല ഞാൻ ഇനി ദൈവത്തെ കാണാൻ പോകുന്നത്. അന്യന്മാര് പറഞ്ഞിട്ടല്ല ഞാൻ ദൈവത്തെ കാണാൻ പോകുന്നത്. അന്യന്മാര് ചൂണ്ടിക്കാണിച്ചു തരുന്നതല്ല ഞാൻ കാണാൻ പോകുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എന്റെ ആന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. എത്ര വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് ഈ ഭക്തൻ കടന്നു പോകുന്നത്. ആ ഭക്തൻ കടന്നു പോകുന്ന മാനസികമായ വേദനയുടെ നടുവിൽ നിന്നുകൊണ്ടും തൻ്റെ ദൈവത്തെ കാണുവാനുള്ള ആഗ്രഹം രക്തം ചെയ്യും.
എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, മാനസികമായി നീ വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആരും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ് നിന്നെ ചെന്ന് സ്വാധീനിപ്പിക്കാൻ ഇല്ലെങ്കിലും എല്ലാ വിധത്തിലും കണ്ണുനീരിന്റെ നടുവിലൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിലും ഹല്ലേലൂയ, യോബിനെ പോലെ നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ പൊടിമേ നിൽക്കുമെന്നും അവനെ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണുമെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടാകുന്നെങ്കിൽ ഹല്ലേലൂയ, കർത്താവിന്റെ സാന്നിധ്യം നിനക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ആമേ, ശാരീരികമായ രോഗങ്ങൾ നിന്നെ തളർത്തിയിരിക്കുകയാണോ, മാനസികമായി നിന്നെ പിരിമുറുക്കുന്ന വിഷയങ്ങളാണോ, മാനസികമായി നീ തകർന്ന അനുഭവമാണോ, സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെയാണോ, കണ്ണുനീരിന്റെ നടുവിലൂടെയാണോ നീ കടന്നു പോകുന്നത്, ഭവനത്തിൽ നീ ഒറ്റപ്പെട്ടവനാണോ, ഒറ്റപ്പെട്ടവളാണോ, ക്രിസ്തു മുഖാന്തരം നീ നിന്ദിക്കപ്പെട്ടവനാണോ, ഏതുമാകട്ടെ, ഏതായിരുന്നാലും നിന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിപ്പുണ്ട്. സ്തോത്രം. എവിടെയെല്ലാം നീ പരാജയപ്പെടുന്നു അവിടെ നീ പറയണം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവനൊടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇങ്ങനെ എന്നെ തൂക്ക് നശിശേഷൻ ദേഹസഹിതനായ ഞാൻ എൻ്റെ ദൈവത്തെ കാണും, ഞാൻ തന്നെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും. ഹല്ലേലൂയ എന്നുള്ള വിശ്വാസത്തോടെ ജയഭേരിയുടെ വാക്കുകളെ നീ മുഴക്കണം, ജയഭേരിയുടെ വചനങ്ങൾ നീ വിളിച്ചു പറയണം. അതാണ് യോബ് നമുക്ക് കാണിച്ചു തരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം മുഖാന്തരം ഒരുപാട് വ്യക്തികളുമായി സംസാരിക്കാറുണ്ട്, ഒരുപാട് ആളുകളുമായി ഇടപെടാറുണ്ട്. ഹല്ലേലൂയ. പലരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പലരും പങ്കുവെക്കാറുണ്ട്. അവർക്കൊക്കെ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞ് സ്വാധീനിപ്പിക്കാറുണ്ട് അവരോട്. കാരണം അവരോടൊക്കെ പറയാറുണ്ട്, നമ്മളെക്കാൾ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോയി അനവധി ആളുകളുണ്ട്, വേദനിക്കപ്പെടുന്നവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്. അതിന്റെ നടുവിൽ നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ചിന്തിക്കണം, ക്രിസ്തു മുഖാന്തരം കഷ്ടം വരുന്നെങ്കിൽ നിങ്ങൾ മാത്രമല്ല, നിങ്ങളെപ്പോലെ 10,000 ലക്ഷങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരുണ്ട്. അവരൊന്നും പതറിപ്പോകാതെ വിശ്വാസത്തിന്റെ പരമോന്നതമായ ഉന്നതത്തിൽ ഉയർന്നതെന്നുകൊണ്ട് അവരെല്ലാം വിളിച്ചു പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, ഒടുവിൽ അവൻ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. യോബ് പറഞ്ഞതുപോലെ അവർ വിശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നിന്റെ നാവിൽ നിന്നും ആ വാക്കുകൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ പുറപ്പെടട്ടെ എന്ന് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ബന്ധത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഹല്ലേലൂയ. ഒരുപാട് മാനസികമായി വേദനിച്ച് സങ്കടപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടവനെ പോലെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്ന അനുഭവങ്ങളുണ്ട്, നിരാശപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, എന്താണ് പോംവഴി എന്നൊക്കെ ഓർത്ത് വളരെ ഹൃദയത്തിനകത്ത് വളരെ വേദനകൾ വന്നിട്ടുണ്ട്. അവിടെ എനിക്ക് യോബിനെ പോലെ പ്രത്യാശയുടെ വാക്കുകളെ പറയുവാനുണ്ടായിരുന്നുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് എന്നോടും പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ പൊടിമേ നിൽക്കുമെന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തളം കെട്ടി നിന്നിരുന്ന വേദനകൾ മാറിപ്പോയി. രക്തം ചെയ്യും. അത് സ്നേഹിതം, നമുക്ക് യേശുവിൽ മാത്രമേ വിശ്വസിക്കാനുള്ളൂ. നമ്മെ സഹായിപ്പാനും നമ്മെ സാന്ത്വനിപ്പിക്കാനും നമ്മുടെ അടുത്തിരിക്കുവാനും നമ്മോട് ചേർന്നിരിക്കുവാനും നമ്മുടെ വലകൈ പിടിക്കുവാനും അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കുവാനും ഒരു സ്വന്തം സ്നേഹിതനായി, സുഹൃത്തായി, ഒരു നല്ല ജ്യേഷ്ഠനായി നമ്മോട് കൂടെ വസിക്കുവാൻ കഴിയുന്നത് യേശു കർത്താവിന് മാത്രമാണ്. നമ്മുടെ കുറവുകളെ കണ്ടറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്നവൻ യേശു. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും എല്ലാ ബലഹീനതകളും കണ്ടറിഞ്ഞ് സ്നേഹിച്ചത് യഹോവയായ ദൈവമാണ്. രക്തം ചെയ്യും. അത് എന്നെ കേൾക്കുന്ന മാതാവേ, ഞാൻ ഇപ്പോൾ ആവർത്തിച്ചു എന്നോട് പറയട്ടെ, നമ്മുടെ സകല കുറവുകളും കണ്ടറിഞ്ഞ് നമ്മെ സ്നേഹിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്നവൻ ഒരുവനുണ്ട്, അവന്റെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ മാനസികമായ പിരിമുറങ്ങൾക്കൊരു സാമൂഹ്യ ആശ്വാസം തരാൻ പോവുക ദൈവം. രക്തം ചെയ്യും. നിന്റെ പരാജയം മാറും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ പരാജയം മാറും. നിന്റെ നഷ്ടങ്ങളെ ദൈവം മാറ്റിത്തരും, നിന്റെ സങ്കടങ്ങളെ ദൈവം മാറ്റിത്തരും, നിന്റെ കണ്ണുനീര് ദൈവം തുടയ്ക്കും, നിന്റെ വേദനകൾ മുഴുവൻ ദൈവം മാറ്റിത്തരും, നിന്റെ എല്ലാ ആവലാതികളും പരാതികളെ ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ. നീ തള്ളപ്പെട്ട സ്ഥാനത്ത് ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്, നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നീ തളർന്നു പോകരുത് കേട്ടോ. നീ വിശ്വാസത്താൽ ഉറച്ചു നിൽക്ക്. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ ഹല്ലേലൂയ, ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. രക്തം ചെയ്യും.
നിങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ദൈവം അത്ഭുതം ചെയ്യും, അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇയ്യോബിന്റെ വിശ്വാസത്തിന്റെ ആ തീവ്രമായ അനുഭവം, ആ പരമോന്നതമായ അനുഭവം നിന്റെ ഉള്ളിൽ നിറയട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇയ്യോബ് നേരിട്ട് അവനെ കാണുമെന്നും വിശ്വാസത്തിന്റെ തീവ്രതയിൽ വീക്ഷിച്ചപ്പോൾ ഇയ്യോബിനെ കാണുവാൻ കഴിഞ്ഞു. ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് ഇയ്യോബിന് അക്കാര്യം തന്റെ ജീവിതത്തിൽ വെളിപ്പാടായി മാറിയത്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ചുള്ള ഒരു ബോധ്യം കൂടെ യോബിന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുള്ള ബന്ധത്തിൽ നീ എത്രമാത്രം വിശ്വാസത്തിൽ ഉറച്ചു മുന്നേറണം. രക്തം ചെയ്യും. പ്രൈസലോ. ജീവിതം തകർക്കണ്ട കേട്ടോ, ജീവിതം നീ പണിതെടുക്കണം. പ്രൈസലോ. നിന്റെ ജീവിതത്തെ തകർക്കുവാൻ അനവധി ആളുകൾ വരും. നിന്റെ ജീവിതത്തെ തകർക്കുവാൻ പല പദ്ധതികൾ പലരും ആവിഷ്കരിക്കും. നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനാശം ചെയ്യുവാൻ, ഇയ്യോബിനെ തകർത്ത് കളയുവാൻ പിശാച് ശ്രമിച്ചതുപോലെ തന്നെ നിന്നെ തകർത്ത് കളയുവാൻ സാത്താന്യ ശക്തികൾ ഒരുപ്പെടും. അതിനു മുമ്പ് നിന്റെ വിശ്വാസം നീ തകർത്ത് കളയണ്ട. യേശുവിൽ വിശ്വസിക്കുക. നിന്റെ വിശ്വാസത്തെ നീ പടുത്തുയർത്ത, നിന്റെ ജീവിതത്തെ നീ പടുത്തുയർത്ത. യേശു നിന്നോട് കൂടെ ഉണ്ട്. അല്ലേ? ഇയ്യോബ് അത് കാണിച്ചു തരിക നമുക്ക്. എന്നിട്ട് ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ പറയുക 19:26 എന്താണ്? ദേഹസഹിതനായി എന്നുമുള്ള ആ പരിഭാഷകൾ, രണ്ട് പ്രയോഗങ്ങളാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ, അതായത് ആത്മാവിൽ ദേഹരഹിതനായും പുനരുത്ഥാനത്തിന് ശേഷം ദേഹസഹിതനായും അവൻ ദൈവത്തെ കാണുന്ന ആ വാക്കുകൾക്ക് രണ്ട് പരിഭാഷയെ കൊടുത്തിരിക്കുന്നു. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, അതായത് ആത്മാവിൽ ദേഹരഹിതനായി പുനരുത്ഥാനത്തിന് ശേഷം ദേഹസഹിതനോ ഞാൻ ദൈവത്തെ കാണാനാകും. ഈ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം കേട്ടോ. രക്തം ചെയ്യണം. ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കണം. രക്തം ചെയ്യണം. എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലൊന്നുമില്ല, ഉടുതുണി പോലും നിനക്കില്ലാത്ത സാഹചര്യം വന്നാലും പ്രൈസലോ. ചിലക്ക് പറഞ്ഞു ഉടുതുണിക്ക് മറുതുണിയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ ആ വാക്ക് ഉച്ചരിച്ചിട്ടുണ്ട് കേട്ടോ. ജീവിതത്തിൽ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലെന്ന്. ലേലിയ. അങ്ങനെയൊക്കെ നമ്മൾ ചില ജീവിത സാഹചര്യങ്ങളിൽ എത്തിയേക്കാം. പക്ഷെ അവിടെ നീ പറയണം, ആത്മാവ് ഞാൻ ദേഹരഹിതനായും എൻ്റെ പുണ്യത്താനത്തിന് ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണുമെന്ന് പറയണം. പ്രൈസലോ. വിശ്വാസത്തിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. സ്തോത്രം. ഭക്ഷണം കഴിക്കാതെ ക്ഷീണം നിനക്കുണ്ടായാലും, വെള്ളം കുടിക്കാതെ ക്ഷീണം നിനക്കുണ്ടായാലും, ആമീൻ, വിശ്വാസത്തിൽ നീ ക്ഷീണിച്ചു പോകരുത്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഏത് പ്രതികൂലത്തിൻ്റെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. മരണമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിലും മരണസമാനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോയാലും ഹല്ലേലൂയ വിശ്വാസത്തെ മുറുകെ പിടിച്ചോണം കേട്ടോ. രക്തം ചെയ്യും. പ്രൈസ്. വിശ്വാസത്തെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെ നീ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്ന യേശു നിന്നോടുകൂടെ യാത്ര ചെയ്യും. രക്തം ചെയ്യും. പ്രൈസ്. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കിടക്കയിൽ എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണോ നീ? സ്തോത്രം. ആരുടെ ഒരു സഹായമില്ലാതെ ജീവിതത്തിൽ നിരാശപ്പെടുന്ന വ്യക്തിയാണോ? സ്തോത്രം. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട. നിന്റെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ യേശു നിന്റെ അടുത്തിപ്പം വരും. പ്രൈസ്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറ. എന്നെ ഈ കിടക്കിൽ എഴുന്നേൽപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ കരമുണ്ടെന്ന് നീ പറഞ്ഞു നോക്ക്. ഹല്ലേലൂയ. യേശു നിന്റെ വലങ്കൈ പിടിക്കും എന്ന് പറഞ്ഞ മനുഷ്യനെ നീ നോക്കി കിടക്കണ്ടെന്ന്. ചിലരൊക്കെ ചിന്തിക്കും, കർത്താവേ എങ്ങനെ എഴുതേക്കും, ആരെന്ന് എഴുതേൽപ്പിക്കുന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട് ഇപ്പം കലങ്ങിയ മനസ്സുമായി ഇരിപ്പുണ്ടെങ്കിൽ നീ കർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറ, എന്നെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ കർത്താവിന്റെ കരമുണ്ടെന്ന്. പ്രൈസ്. വീണിടത്ത് കിടന്ന് ഈ ഉരുളണ്ട, വീണിടത്ത് കിടന്ന് നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ നരിയാണി ഉറപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. 38 ആണ്ട് ആമി രോഗം പിടിച്ച് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ അവിടെ കിടന്ന് മരിച്ചാൽ മതി എന്നുള്ള ചിന്ത പലപ്പോഴും അവൻ്റെ ഉള്ളിൽ തളം കെട്ടി നിന്ന് കാണും.
കാരണം കുളം കലങ്ങുമ്പോൾ എല്ലാവരും വന്ന് കുളത്തിൽ ചാടി ആദ്യം ഇറങ്ങുന്നവർക്ക് സൗഖ്യം പ്രാപിക്കുന്നു. പിന്നെ ചെല്ലുമ്പോഴത്തേനും ആ കുളത്തിൽ അതിന്റെ അത്ഭുതമില്ല. അങ്ങനെ ഈ 38 രോഗക്കാരൻ പലപ്പോഴും ഭാരപ്പെട്ട് കാണും, കർത്താവേ, ഞാൻ ഇനി ഈ കുളത്തിൽ എന്നിറങ്ങി സൗഖ്യം പ്രാപിക്കും, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിപ്പോയല്ലോ, ഞാൻ ചെല്ലുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് ഇറങ്ങി സൗഖ്യം പ്രാപിക്കുന്നു, അങ്ങ് മരിച്ചാൽ മതി എന്നൊക്കെ ഒരു മനുഷ്യൻ ചിന്തിച്ചു കാണും. ഈ മനുഷ്യൻ അല്ലേലിയ, ഇന്നത്തെ മനുഷ്യനെ പോലെ അദ്ദേഹം പറഞ്ഞു മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു കാണും. പക്ഷേ അങ്ങനെയുള്ള ജീവിതത്തിൽ നിരാശയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് യേശു അതിലൂടെ വരുന്നതും നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതും. അവന്റെ തീരുമാനം, യേശുക്രിസ്തുവിന്റെ വാക്കുകൾ, അവന്റെ കിടക്കിയെടുത്തവൻ നടക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വന്ന വിശ്വാസമേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോബിനെ പോലെ ശക്തമായ വിശ്വാസത്തിന്റെ ഉടമയായിരിക്കണം. രക്തം ചെയ്യാം, നിന്നെ കിടക്കയിൽ എഴുന്നേൽപ്പിക്കുവാൻ, നിന്റെ തനിയാണി ഉറപ്പിക്കുവാൻ, നിന്റെ പ്രതിസന്ധികളെ നീക്കിത്തരുവാൻ, നിന്റെ വേദനകളെ നീക്കിത്തരുവാൻ, നിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുവാൻ യേശുവിന് കഴിയും. രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കണ്ണുനീർ ഒപ്പിയെടുക്കുവാൻ യേശുവിന് കഴിയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്നത്തെ പോലെ ജ്ഞാനവും തിരുവെഴുത്തുകളും ഇല്ലാതിരുന്ന ആ പുരാതന കാലത്തെ യോബ് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് യോബിന്റെ ഉള്ളിലൊരു ദിവ്യജ്ഞാനം ദൈവം പകർന്നു കൊടുത്തു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ പോലെ ജ്ഞാനവും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രം തിരുവെഴുത്തുകളൊന്നും യോബിന്റെ കാലഘട്ടത്തിലില്ല. എങ്കിലും യോബിന് ദൈവം ദിവ്യമായ ജ്ഞാനം പകർന്നു കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകരം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ദൈവം ജ്ഞാനത്തിന്റെ ആത്മാവ് നിറച്ചിട്ടുണ്ട്. തിരുവെഴുത്തുകൾ നമുക്ക് ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ വലിയ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദിവ്യമായ ജ്ഞാനത്തെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചു നിന്ന് യേശുക്രിസ്തുവിന്റെ വലം കൈ പിടിച്ച് നടക്കുവാനുള്ള ആഗ്രഹം. പ്രൈസ് ലോർഡ്. നിന്റെ ഉള്ളിൽ നിറയുമ്പോൾ യേശു നിന്റെ വലം കൈയിൽ പിടിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യാം. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മുടെ ഫലങ്കരങ്ങളിൽ യേശു പിടിച്ച് നമ്മെ നടത്തുന്നു എന്നുള്ള വിശ്വാസം നിനക്ക് വേണം. അല്ലേലിയ. യോബിന്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് പരാജിതനായി ദുഃഖിതനായി ഇരിക്കുമ്പോഴും, അല്ലേലിയ, തന്റെ സ്നേഹിതന്മാരൊക്കെ തന്നെ നിന്ദിക്കുമ്പോൾ യോബിന്റെ ഒരു വിശ്വാസം, എന്റെ വലം കൈ പിടിച്ച് എന്നെ നടത്തുവാൻ എന്റെ യേശു എന്നോട് കൂടെയുണ്ട്, യഹോവ കൂടെയുണ്ടെന്ന് യോബിന്റെ ദൃഢമായ വിശ്വാസം. അത് നിങ്ങൾക്ക് ആ വിശ്വാസം വേണം. ഒരു മനുഷ്യന് അല്ലെങ്കിൽ സന്മനസാക്ഷി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സൽപ്രവർത്തികൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവന്റെ ഭവനത്തിൽ അവന്റെ ഭാര്യയും മക്കളും അവനെക്കുറിച്ച് സാക്ഷ്യം നൽകണം. സർക്കാർ അല്ലെങ്കിൽ സഭക്കാരും വിശ്വാസികളും പാസ്റ്റർമാരും ശുശ്രൂഷകന്മാരും സാക്ഷ്യം നൽകണം. സാക്ഷ്യമുള്ള ജീവിതം എത്ര അനുഗ്രഹീതമാണ്. അല്ലേലിയ. അപ്പം യോബിന്റെ ജീവിതത്തിനകത്ത് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും സ്വാതന്ത്ര്യപ്പിക്കാനും തന്നെ കുറിച്ച് നല്ല സാക്ഷ്യം പറയാൻ ആരുമില്ലെങ്കിലും കർത്താവ് അവനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞിരിക്കുക. അല്ലേലിയ. യഹോവയായ ദൈവം അല്ലെങ്കിൽ യോബിനെ കുറിച്ച് നല്ല സാക്ഷ്യം പറഞ്ഞിട്ടും യോബിന്റെ ഭാര്യയ്ക്ക് പോലും ഇത് മനസ്സിലായില്ല. തന്നെ സ്വാതന്ത്ര്യപ്പിക്കുവാൻ വന്ന സ്നേഹിതന്മാർക്ക് പോലും യഹോവയായ ദൈവം യോബിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം മനസ്സിലായില്ല. അതേ സ്നേഹിത, നിന്നെ കുറിച്ചൊരു നല്ല സാക്ഷി ഉണ്ടായിരിക്കണം. നല്ലൊരു സാക്ഷ്യം നീ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കണം. നല്ലൊരു സാക്ഷ്യമുള്ളവനെ പരിശുദ്ധാത്മാവിന്റെ സാക്ഷിയായി തീരാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ നല്ല സാക്ഷ്യമുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചാൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന് ദൈവത്തിന് വചനം ഓർപ്പിക്കുമ്പോൾ, നീ നല്ല സാക്ഷ്യമുള്ളവനാണെങ്കിൽ മാത്രമേ നിനക്ക് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കാൻ കഴിയുകയുള്ളൂ. രക്തചയം. അതുകൊണ്ട് യോബിനെ പോലെ നല്ല സാക്ഷ്യമുള്ള ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, യഹോവയായ ദൈവത്തെ യോബ് അനുഗമിച്ചതുപോലെ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് വില കൊടുക്കണം. നല്ല സാക്ഷ്യമുള്ള ജീവിതം നാം പ്രാപിക്കണം. ലോകത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് അകറ്റി നിർത്തണം. ലോകത്തെ നമ്മുടെ ജീവിതത്തെ അകറ്റി നിർത്തണം. ഹല്ലേലൂയ. ലോകം നമ്മുടെ ഉള്ളിലേക്ക് കയറി കൂടരുത്. ലോകത്തിന്റെ മോഹങ്ങളും ഇച്ഛകളും ഇൻപങ്ങളും
ലോകത്തിന്റെ ഇഷ്ടങ്ങളും പ്രലോഭനങ്ങളും ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരരുത്. ക്രിസ്തു യേശുവിനെ നിന്റെ ജീവിതത്തെ ചേർത്ത് നിർത്തണം. രക്തം ചെയ്യും. പ്രൈസലോ. യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ പരാജിതനല്ല. യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടവളല്ല സഹോദര സഹോദരി. യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ നീ വിജയിച്ചവനാണ്, വിജയിച്ചവളാണ്. ഹല്ലേലൂയ. അപ്പൊ നല്ല സാക്ഷ്യം ഉണ്ടാകണം. അപ്പൊ ഇയ്യോബിന്റെ സത്യസന്ധതയെ പരീക്ഷിക്കണമെന്ന് വെല്ലുവിളിച്ച സാത്താൻ കർത്താവിനോട് അനുവാദം ചോദിച്ചു. സാത്താൻ എപ്പോഴും പരീക്ഷകളെ കൊണ്ടുവരുന്നവനാ, താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നവനാ, നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നവനാ, ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാ. അത് സാത്താന്റെ പദ്ധതിയാ. അപ്പം ഇയ്യോബിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ഈ ആമിലെ സ്തോത്രം പിശാച് 2 പ്രാവശ്യം നമ്മുടെ കർത്താവിന്റെ അനുവാദം ചോദിച്ചു. 2 പരിശോധനകൾ യോബിന്റെ ജീവിതത്തിൽ വരുന്നത് യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും നമ്മെ തള്ളിയിടാൻ ശ്രമിക്കുന്നവനെ പിശാച്, എപ്പോഴും നമ്മൾ അധപതനം ആഗ്രഹിക്കുന്നവനെ പിശാച്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസ്നേഹത്തിൽ നിന്നെ ആരും വേർപിരിക്കരുത്. പ്രൈസ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, കർത്താവ് പരീക്ഷാ ഘട്ടങ്ങളിൽ നിങ്ങൾ നേരോടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നിങ്ങളെ വളരെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. പ്രൈസലോ. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് കടന്നു വരുന്ന പരിശോധനകളുടെ നടുവിൽ, പരീക്ഷാ ഘട്ടങ്ങളുടെ നടുവില് നിങ്ങൾ അതിനെ അതിജീവിക്കുന്നുണ്ടോ എന്ന് കർത്താവ് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ പരീക്ഷകളെ ആ പരീക്ഷകളെ അതിജീവിക്കുന്നെങ്കിൽ കർത്താവ് ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളും ഉയർച്ചകളും നിന്റെ ജീവിതത്തിൽ തരും. പ്രൈസലോ. അപ്പോൾ ഒരു ഉയർച്ച എന്നൊക്കെ പറയുന്നത്, ഒരു ശ്രേഷ്ഠമേറിയ അനുഭവം, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഒരു ശോധനയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രൈസലോ. അപ്പൊ ഏതെങ്കിലും വിധത്തിൽ ഈ ശോധന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പരിശോധന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടതയിലൂടെ താങ്കൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ശ്രേഷ്ഠമേറിയതൊന്ന് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർ ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ഹൃദയത്തിൽ തോന്നിയിട്ട് അവൻ ചെവി കേട്ടിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നാ. അപ്പൊ ദൈവം തന്നെ സ്നേഹം ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ട് ചെവി കേട്ടിട്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇയ്യോബിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇയ്യോബിന്റെ ചുറ്റും നിന്ന് ഇയ്യോബിനെ കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരുണ്ട്. ഇയ്യോബിന്റെ ഭാര്യ ആമയെ തന്നെ കളിയാക്കി. സ്നേഹിതരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ പിന്നത്തേത് ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിന്റെയും ജീവിതത്തിൽ ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. രക്തം ചെയ്യാം. പ്രൈസലോ. വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ഉറച്ചുനിന്ന് വിശ്വാസത്തിന്റെ പരമോന്നതമായ ഉയർച്ചയിൽ ഉയർന്നു നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരം കൈപിടിച്ചെന്ന ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോയാൽ രക്തം ചെയ്യും. ആ ജീവിതയാത്രയിൽ ഒരിക്കലും നീ പരാജയപ്പെടാതെ ഹല്ലേലൂയ ഉയരങ്ങളിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. നിങ്ങളിൽ ചിലരെ ദൈവം ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അനുഗ്രഹത്തിന്മേൽ ദൈവം അനുഗ്രഹം നൽകാൻ പോവുക. തേജസ്സിന്മേൽ തേജസ് എന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം തന്ന ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നീ കരഞ്ഞ വിഷയത്തിന്, ഇന്നലകളിൽ നീ വേദനിപ്പിക്കേണ്ട ചില വിഷയങ്ങൾ, ഇന്നലകളിൽ നീ സങ്കടപ്പെട്ട ചില വിഷയങ്ങൾ, നീ പ്രാർത്ഥിച്ച ഉപവസിച്ച ചില വിഷയത്തിന് ആമേൻ ദൈവം മറുപടി നിനക്ക് തരാൻ പോവുകയാണ്. എല്ലാവരും വിശ്വസിക്കുന്നെങ്കിൽ കരമൊക്കെ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ഒരു അല്ലേലിയൊക്കെ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ഉയർത്തിയാട്ട്. അല്ലേലി സ്തോത്രം. ശത്രു നിന്നെ തകർക്കുവാൻ നിൽക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നീ യേശുവിനെ ഉയർത്ത്. രക്തം ചെയ്യും. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പൊ ഇയ്യോബിന് ശക്തമായ പരീക്ഷകൾ നേരിട്ടു. ഭക്തനായ ഇയ്യോബിനെ പോലെ ഉപദ്രവത്തിന്റെ ഗുഹയിലൂടെ ശോധന ചെയ്യപ്പെട്ട മറ്റൊരു വിശുദ്ധൻ ഇല്ല എന്നുള്ളതാണ്. ഇയ്യോബ് പരിശോധനയുടെ, പരീക്ഷകളുടെ ഗുഹയിലൂടെ ഈ ഗുഹയിലൂടെയൊക്കെ കടന്നു പോകുക. ഗുഹ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇരുട്ടുകൾ കൊണ്ട് നിറയപ്പെട്ടും വളരെ ആമയിൽ സ്തോത്രം വളരെ പ്രതിസന്ധികൾ നിറയപ്പെട്ടു അതിനകത്തൂടെ കടന്നു പോകുന്നത് പോലെ ആമീൻ നിങ്ങൾ ശോധനയിലൂടെ കടന്നു പോകും, പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ആമീൻ നിങ്ങൾ യോബിനെ പോലെ വിശ്വാസത്തിൽ വളരണം. ഹല്ലേലൂയ.
അപ്പൊ ഒറ്റ ദിവസത്തിൽ തന്നെ അവന്റെ 10 പുത്രന്മാർ നഷ്ടപ്പെട്ടു. അവന്റെ വീട് തകർന്നു വീണു. എല്ലാ മക്കളും രക്തം ചീന്തി മരിച്ചു. സകല സ്വത്തും നഷ്ടപ്പെട്ടു. സകല മൃഗങ്ങളും നഷ്ടപ്പെട്ടു. ശരീരത്തിനു വേദനയുണ്ടാക്കുന്ന പരുക്കൾ. ഭാര്യ പോലും ഇനി നിന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളകാം എന്നൊക്കെ യോബിന്റെ ഭാര്യയും കൂടെ തനിക്കെതിരെ നിൽക്കുകയാണ്. യോബിന്റെ പുസ്തകം 2:9 വായിച്ച നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പരീക്ഷയുടെ നടുവിലും ഭക്തനായ യോബ് പാപം ചെയ്തില്ല. ദൈവത്തെ കുറിച്ചൊരു കുറ്റവും പറയാതെ. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം യോബിന്റെ ജീവിതത്തിൽ എതിർപ്പുകൾ കടന്നു വന്ന, വെല്ലുവിളികൾ കടന്നു വന്നു. അവിടെയൊന്നും താൻ ദൈവത്തിനെതിരെ ഒരു വാക്ക് പറയാതെ, അതരം കൊണ്ട് പാപം ചെയ്യാതെ, വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ ഉറച്ചു നിന്ന യോബാണ് പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയായിരിക്കുന്ന ദൈവവചനം തന്റെ നാവിലൂടെ വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ, ആമേൻ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെ എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതരായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എന്റെ കണ്ണ് തന്നെ അവനെ കാണും. എന്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഹല്ലേലൂയ. അത് വിശ്വാസത്തിന്റെ ജയഭേരി മുഴക്കുന്ന യോബിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, വിശ്വാസത്തിന്റെ ജയഭേരി മുഴക്കിക്കൊണ്ട് നീ പരിശോധനകളെ ജയിക്കണം. രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. തകരരുത് കേട്ടോ, തകരരുത്. ഒരു കാരണവശാലും തകരരുത്. ജയിച്ച് കാണിക്കണം, ജയിച്ച് കാണിക്കണം, ജീവിച്ച് കാണിക്കണം. ഹല്ലേലൂയ. ജീവിതം മടുത്തു കഴിയുമ്പോൾ, ജീവിതം നിരാശപ്പെട്ട് കഴിയുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, യോബ് കടന്നു പോയതുപോലെയുള്ള ചില ജീവിത സാഹചര്യങ്ങളിൽ നീ കടന്നു പോകുമ്പോൾ ഓടിച്ചെന്നിന്റെ ജീവിതത്തെ നീ തകർത്ത് കളയാതെ, ഓടിച്ചെന്നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ച് കളയാതെ അതിന്റെ നല്ല ഇതിനെ ജീവിച്ച് കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കി, ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ 10 മക്കൾ നഷ്ടപ്പെട്ടു, ഭാര്യ തള്ളി പറയുന്നു, ആടുമാട് കന്നുകാലികളെല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ലാതെ രോഗിയായി മാറിയിരുന്ന ഇയ്യോബ് ഒരിക്കൽ പോലും വിഷം കുടിച്ച് മരിക്കാൻ ആഗ്രഹിച്ചില്ല, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചില്ല. വണ്ടിയുടെ മുമ്പിലും ചെന്ന് ചാടാനോ, വെള്ളത്തിൽ ചാടാനോ, പെട്രോൾ ഒഴിച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കാനോ ഇന്നത്തെ തലമുറ കാണിക്കുന്നവരൊന്നും ഇയ്യോബ് അതിനൊന്നും ശ്രമിച്ചില്ല കേട്ടോ. അങ്ങനെ ശ്രമിച്ചതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇയ്യോബ് പറയാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ പരാജയ വേളകളിൽ, നീ തകർന്ന സാഹചര്യങ്ങളിൽ നീ കടന്നു പോകുന്ന വേദനയുടെ നടുവില് നീ തകർന്നു പോകരുത്. നിന്റെ ജീവിതത്തെ നീ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കുന്ന ജീവിതത്തെ നീ നശിപ്പിച്ച് കളയരുത്. നിന്റെ പ്രാണൻ വലുതാണ്. ദൈവം നിനക്ക് തന്ന ജീവിതം വലുതാണ്. അതിന്റെ നടുവിൽ ശോധനകളുണ്ട്. അതിനെ അതിജീവിക്കുവാൻ നിനക്ക് കഴിയണം. യോബിനെ പോലെ വിശ്വാസത്തിന്റെ വാക്കുകൾക്കകത്ത് നീ ഉറച്ചു നിന്ന്, ഹല്ലേലൂയ, നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കണം കേട്ടോ. കർത്താവ് നിന്നെ മാനിക്കും. രക്തം ചെയ്യും. എന്നോടൊപ്പം ചേർന്ന് പറയാം, യേശു എന്നെ മാനിക്കുമെന്ന് പറയാമോ? മാനിക്കും. കർത്താവ് നിന്നെ മാനിക്കുമെന്ന് ഉറപ്പ്, 100% ഉറപ്പ് ഞാൻ തരികയാണ്. രക്തം ചെയ്യും. കാരണം വിശുദ്ധ തിരുവെഴുത്തുകളെല്ലാം അങ്ങനെ കേട്ടോ. അപ്പൊ യോബ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ ഹല്ലേലൂയ, ആമേ, പാപം ചെയ്യാതെ, ദൈവത്തിന് ഒരു വാക്കുപോലും പറയാതെ ഉറച്ചു നിന്നു. അപ്പൊ യോബിന്റെ പുസ്തകം വായിക്കുമ്പോഴെല്ലാം നീതിമാന്മാർക്ക് എന്തുകൊണ്ട് വേദനയും ദുഃഖവും വരുന്നു, ദുഷ്ടന്മാർ എന്തുകൊണ്ട് പുഷ്ടി പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള എല്ലാ ചോദ്യങ്ങളും അടിക്കടി നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാം. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നീതിമാനായ യോബിന് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം കടന്നു വന്നത്, ദുഷ്ടന്മാരെന്തുകൊണ്ടാണ് അടിക്കടി ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ കടന്നു വരാം. ഹല്ലേലൂയ. ആ ചോദ്യത്തിന് മുമ്പിൽ നിന്റെ വിശ്വാസം കെടുത്തിക്കളയുന്ന വിധത്തിൽ പിശാച് നിന്റെ ഹൃദയത്തിനകത്ത് ഇടർച്ചകൾ കൊണ്ടുത്തരും. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നെ പിന്തിരിപ്പിക്കുന്ന വിധത്തിൽ ഇടർച്ചകൾ കൊണ്ടുത്തരും. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് നീ വീണു പോകരുത്. നീതിമാനായ അയ്യോബിന് ഈ പ്രശ്നവും ദുഷ്ടൻ ഇത്ര ഉയർച്ചയും കടന്നു വരുന്നു എന്നുള്ള ചിന്താഗതികൾ നിന്റെ ഉള്ളിൽ കടന്നു വന്ന് ദൈവത്തിന് അകന്നു പോകാതെ 34 സങ്കീർത്തനത്തിനകത്ത് അതിന്റെ 18-19 വാക്യങ്ങൾക്കകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ നീ അങ്ങനെ ചിന്തിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന് ചിന്തിക്കണം. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നവ എല്ലാറ്റിനും യഹോവനെ വിടുവിക്കുന്നു. ഹല്ലേലൂയ.
യോബിന്റെ പുസ്തകം അല്ലെങ്കിൽ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് വാക്യം കൂടെ നമ്മൾ വായിക്കണം. ലേരിയ അല്ലേ സ്തോത്രം. ആമി ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയം നുറുങ്ങി വേദനപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ യഹോവയായി ദൈവം ഇയ്യോബിന് സമീപസ്ഥനായി കൂടെയുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആമി മനസ്സ് തകർന്നു പോയി അയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ യഹോവയായി ദൈവം കൂടെയുണ്ടായിരുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണെന്ന് പറഞ്ഞ യോബിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അസംഖ്യമായി മാറി. എന്നാൽ അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിച്ചു പറയുമ്പോൾ യോബിനെ ദൈവം പിന്നത്തേതിൽ മാനിച്ചു. ഹല്ലേലൂയ. എല്ലാത്തിനും യഹോവയെ ദൈവനെ വിടുവിച്ചു. അല്ലേ? അപ്പൊ യോബിന് പരീക്ഷയ്ക്ക് മേൽ പരീക്ഷ വന്നു. എന്നാൽ സകലത്തെയിലും സകലത്തിൽ യോബ് സഹിഷ്ണുതയോടെ നിന്നു. അനേക വേദപണ്ഡിതന്മാർ യോബിന്റെ പരീക്ഷാകാലം വെറും 6 മാസങ്ങൾ മാത്രമായിരുന്നു പറയുന്നു. ആ പരീക്ഷാ കാലഘട്ടത്തിന് ശേഷം യോബിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം കൊടുത്തു. യോബിന്റെ സ്ഥിതികൾക്ക് ദൈവം മാറ്റം കൊടുത്തു. ഹല്ലേലൂയ. യോബിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം കൊടുത്തു എന്നുള്ളത് യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അല്ലല്ലേ പ്രാർത്ഥിച്ചു എന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ദൈവവചനത്തിൽ ചേർന്ന് ഉറപ്പോടെ നിൽക്കണം. അവിടെ യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു. അവന്റെ സകല സഹോദരന്മാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവരോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് യോബിന് നഷ്ടപ്പെട്ട ആടുമാട് കന്നുകാലികളെ എല്ലാം ദൈവം മടക്കി കൊടുത്തു. മരിച്ചുപോയ 10 മക്കൾക്ക് പകരം 10 മക്കളെ കൂടെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതെന്ന് ദൈവം മാനിച്ചാൽ അങ്ങനെ മാനിക്കുന്നേ. ദൈവം മാനിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയെ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകരം ഈ ദൈവത്തിന്റെ വചനം കേട്ടു ശ്രോതാവേ, നിനക്ക് നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തരാൻ ദൈവം ആഗ്രഹിക്കുക. അപ്പൊ യോബിനെ പോലെ പുനരുത്ഥാനത്തെ കുറിച്ച് നിനക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അതാണ് യോബ് പറഞ്ഞ ദൈവത്തിന്റെ വചനം. അതിലൊരിയ നാം വായിച്ച യോബിന്റെ പുസ്തകം 19-25-26 വാക്യങ്ങൾ അതാണ് ഓർമ്മിപ്പിക്കുന്നത്. പുനരുത്ഥാനത്തിലുള്ള യോബിന്റെ വിശ്വാസം എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണവനെ കാണും. അത് പ്രത്യാശ വിളിച്ചു പറയണം കേട്ടോ. ശ്വാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ യോബിനെ പോലെ നിങ്ങൾ ഏതെങ്കിലും കഷ്ടതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മാനസികമായി തകർന്നിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ, മരണം മാത്രമാണ് മുമ്പിലുള്ളതെന്ന് ചിന്തിച്ചു പോവുകയാണെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. യേശു നിന്നെ ഉയർത്താൻ പോവുകയാണ്. യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ്. നിന്റെ സകല സങ്കടങ്ങൾ മാറ്റി ദൈവം നിന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ പോവുകയാണ്. നീ ബിസിനസ്സിൽ പരാജയപ്പെട്ടവനാണോ? ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണോ? കുടുംബ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണോ? മക്കളെ കുറിച്ച് ഭാരമാണോ? ഭർത്താവിനെ കുറിച്ച് ഭാരമാണോ? ഭാര്യയെ കുറിച്ച് ഭാരമാണോ? നിന്റെ കുടുംബം എല്ലാത്തിനും പാപ സ്വഭാവത്തെ അടിമപ്പെട്ട് കിടക്കുകയാണോ? ശാപങ്ങൾ കൊണ്ട് നിറയപ്പെട്ടതാണോ നിന്റെ ജീവിതം, തലമുറകൾ? അതിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് യേശു നിന്നെ വിടുവിക്കും. എന്റെ വല്ലനോടൊപ്പം ചേർന്ന് പറയാൻ, കർത്താവേ, എന്റെ സ്ഥിതിക്ക് മാറ്റം നൽകണം, എന്റെ ജീവിത സാഹചര്യത്തിൽ മാറ്റം നൽകണം. യോബിനെ മാനിച്ചതുപോലെ എന്നെ ഒന്ന് മാനിച്ചെന്റെ ഈ കഷ്ടങ്ങളിൽ നിന്ന് എന്നെ കർത്താവേ ഉയർത്തണമേ, ഒരു അനുഗ്രഹത്തെ നൽകണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുപിടിക്കുന്ന വലിയവരെയും ചെറിയവരെയും കുള്ളിവിട്ട ആരതവരെ പാർക്കുന്ന സകല ജനത്തെയും കേരളത്തിനും ഭാരത ലോകരാജ്യങ്ങളിൽ 800 കോടി ജനത്തിനായി തലമുറ എണ്ണത്തിൽപ്പെടാത്തവർക്കായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണഭേദാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുക രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയിലായിരിക്കും ജനത്തെയും അധികാരികൾക്കും മനസ്സാന്തരം കൊടുക്കണമേ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSCRP അതിർത്തികൾ കാക്കുന്നവരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്നവരെ, ക്രമസമാധാന പാലകരെ, ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ,
പോലീസിന്റെ വിവിധ സെക്ഷനുകളെ, ഞങ്ങളുടെ ജുഡീഷ്യറി വിവിധ വകുപ്പുകളെ, എല്ലാ ജഡ്ജിമാരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ എല്ലാ നിയമപാലകന്മാരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കുന്ന, വാഹന യാത്രയും വാഹന നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, മത്സ്യബന്ധന ജോലി ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികളെ, സമുദ്രത്തെ ആളുകൾ, കനികളിലും കമ്പനികളും ഫാക്ടറി വലുത് ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കർത്താവേ സ്തോത്രം. സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. സകല ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. സകല ജനത്തിനും ഒരു ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാണ്ടയാകണമേ. കർത്താവേ യൂണിയൻ രംഗത്ത്, കൺസ്ട്രക്ഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത് ജോലി ചെയ്യുന്നവർ, ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സ്, തൊഴിലാളികളെ എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവരുടെ പേരും ദൈവക്രമ കൂടെ സകല മേലും, പൊതുമേലും, ബാങ്കിൻ മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, ആമേ കർത്താവ് എല്ലാ പൊതുമേഖലയായിരിക്കും ജനത്തിനായി. ഭരണവിദേശ പാർട്ടികളെയും മത, സാമൂഹിക, സംസ്കാര സംഘടനാ രംഗത്ത്